എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അങ്സും ഗോട്ടനും അവർ രണ്ടുപേരും മാജിക് ബൂവിനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടെ നമ്മുടെ ആൾക്കാരുടെ ലൊക്കേഷനിലേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ പുറകിലേക്ക് നോക്കും. ഗോട്ടൻ ഇപ്പോ അല്പം പതുക്കെയാണ് പറക്കുന്നത്. അവനോട് ചോദിക്കും, ഗോട്ടൻ നിനക്ക് എന്തു പറ്റി? ഇങ്ങനെ പതിയെ പറന്നു വരികയാണെങ്കിൽ നമുക്ക് ആ മാജിക് ബൂവിനെ ജസ്റ്റ് ഒന്ന് കാണാൻ പോലും കഴിയില്ല. അതിന് ഗോട്ടം പറയും, എനിക്കതിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സ്പീഡിൽ ഇപ്പൊ പറക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകണം. ഞാൻ ടൂർണമെന്റ് തുടങ്ങുന്ന സമയം മുതൽ ഒന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് പോവാതെ പറ്റില്ല. അതിന് ട്രങ്ക്സ് ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ചെറിയൊരു മലനിരകൾ കാണും. അങ്ങനെയാണെങ്കിൽ നീ അവിടെ പോയി കാര്യം സാധിക്കാനായിട്ട് പറയും. അത് കേട്ട് ഗോട്ടൻ ആണെങ്കിൽ അവിടെ പോയി കാര്യം സാധിക്കുന്ന അതേ സമയം ട്രങ്ക്സും അവിടേക്ക് വന്ന് കാര്യം സാധിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും മത്സരിച്ച് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു വലിയ ദിനോസർ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗോട്ടനും ട്രങ്ക്സും ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് ജസ്റ്റ് മിസ്സിന് അവിടുന്ന് അങ്ങനെ തെന്നി മാറും. ഹാവു, നമ്മൾ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു ചതി ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ഇവിടെ വെജീറ്റ ആണെങ്കിൽ കലിയിളകി ഗോക്കുവിനെ ആഞ്ഞടിക്കുകയാണ്. ഗോക്കുവിനെ അങ്ങനെ ചുരുട്ടി പിടിച്ച് അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് വീണ്ടും വീണ്ടും അവന് നേരെ പവറുകൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അതിൽ നിന്നെല്ലാം നേരങ്ങൾ കൊണ്ട് തെന്നി മാറി ഇപ്പൊ വെജീറ്റയെ നോക്കി പറയും, ഞാൻ ഇപ്പോഴാണ് ശരിക്കും തയ്യാറായതെന്ന് പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്ത ട്രങ്ക്സും അതുപോലെ തന്നെ ഗോട്ടനും അവരങ്ങനെ പറന്നു വരുമ്പോൾ ഒരു എനർജി അത് അവർക്ക് സെൻസ് ചെയ്യാൻ കഴിയാണ്. എനിക്ക് രണ്ട് വലിയ എനർജികൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് നമ്മുടെ അച്ഛന്മാരുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോട്ടം പറയും, അതിന് ചാൻസ് ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ആ എനർജി അതെന്താണെന്നറിയാം, എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് കുതിക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഇപ്പൊ വെജീറ്റയെ കഴിഞ്ഞ ഫോഴ്സിൽ അവനെ അറ്റാക്ക് ചെയ്യും. അവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് വീണ് ചാടിയും മറിഞ്ഞും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വെജീറ്റ ആണെങ്കിൽ ഗോക്കു വെള്ളത്തിൽ വീഴേണ്ട താമസം വലിയൊരു പവർ ഉപയോഗിച്ച് ആ ഒരു പ്രദേശം തന്നെ തകർത്ത് കളയും. പക്ഷെ ഗോക്കു ആണെങ്കിൽ പോറൽ പോലും പറ്റാതെ ഒറ്റയ്ക്ക് വരികയാണ്. വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നിനക്കൊന്നും സംഭവിക്കില്ല എന്ന്. ഗോക്കു ആണെങ്കിൽ വെജീറ്റയോട് പറയും, നീ വെറുതെ നിന്റെ പവർ ഇപ്പൊ പാഴാക്കുകയാണ്, ശത്രുക്കൾക്ക് ജയിക്കാൻ നീ വഴിവെട്ടി കൊടുക്കുകയാണ്. അതിന് വെജീറ്റ പറയും, ഒരിക്കലുമില്ല, നീ നന്നായിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിനെ കഴിഞ്ഞ് നന്നായിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്നെ തോൽപ്പിക്കണം, സയൻസിന്റെ രാജകുമാരൻ ഞാനാണെന്ന് തെളിയിക്കണം. നീ ഇപ്പൊ നല്ല പവർഫുൾ ആയിരിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗോക്കു. നീ ആ ഡാബ്രയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കിയതാണ്. നിന്നെ കഴിഞ്ഞ പവർഫുൾ ആയി നിന്നെ തോൽപ്പിക്കണം. അതിനുവേണ്ടിയാണ് ബാബിഡിക്ക് ഞാൻ എന്നെ തന്നെ കൊടുത്തത്. ടൂർണമെന്റിൽ വെച്ച് ബാബിഡി കൊടുത്ത പവറിൽ അവൻ ആ ഒരു വിടൽ പെണ്ണുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. അതിനുവേണ്ടിയാണോ നീ ബാബിഡിക്ക് നിന്നെ തന്നെ കൊടുത്തത്? അതിനവൻ പറയും, അതെ. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവനോട് ചോദിക്കും, ഒരല്പം പവറിന് വേണ്ടി, ഒരല്പം ജയത്തിന് വേണ്ടി നീ ബാബിഡിയുടെ അടിമയെ മാറി. ഇതാണോ സയാൻ വംശത്തിന്റെ പാരമ്പര്യം? അത് കേട്ട് വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, എന്നെ ഇങ്ങനെ ഒരു വെജീറ്റയാക്കി മാറ്റിയത് നീയാണ്. ഒരുപാട് ദേഷ്യത്തോടും പകയോടും കൂടെ നടന്ന ഞാനാണ്. മാത്രമല്ല സയാൻ വംശത്തിന്റെ രാജകുമാരനായി മാറാൻ, എറ്റേണിറ്റി ലൈഫ് നേടിയെടുക്കാൻ ഒക്കെ ആഗ്രഹിച്ചവൻ ഞാനാണ്. എന്നെ നീ പലതവണ തോൽപ്പിച്ചു. വെറും ഒരു കുടുംബസ്ഥനാക്കി മാറ്റി എന്നെ ഒരു ഭാഗത്തിരുത്തി. ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നത്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കണം. ഭൂമിയിലെ ഒരു നോർമൽ ലൈഫ് അതൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ബാബിഡിയുടെ ആ മന്ത്രവലയത്തിൽ വീണപ്പോഴും ഞാൻ ആഗ്രഹിച്ചത് എന്റെ പഴയ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ പഴയ ലക്ഷ്യത്തിലേക്ക് മാറണമെന്നാണ്. സഹായവും പവറും ഇപ്പൊ എന്റെ പഴയ ആ ഒരു ആഗ്രഹങ്ങളെയും വെല്ലുവിളികളെയും എല്ലാം തന്നെ ഉണർത്തിയിരിക്കുകയാണ്. ബാബിഡി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. കാരണം ആ മാജിക് ബൂം എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാം. അതേസമയം ബാറ്റിൽ ഫീൽഡ് ആണെങ്കിൽ കിടുങ്ങി വിറയ്ക്കാണ്. ജനങ്ങളെല്ലാവരും ഭയം കൊണ്ട് നാനാ ഭാഗത്തേക്ക് ഓടാനായിട്ട് തുടങ്ങും. ആങ്കർ ആണെങ്കിൽ ഇപ്പോ സെയ്റ്റാനോട് ചോദിക്കും, സത്യത്തിൽ എന്താ സംഭവിക്കണേ? ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടുങ്ങി വരക്കണേ? അതിന് സെയ്റ്റാൻ പറയും, എനിക്കറിയില്ല. ആങ്കർ ആണെങ്കിൽ ഇതോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ജനങ്ങളോട് കാം ഡൗൺ ആയിട്ടിരിക്കാൻ പറയും. പക്ഷെ സെയ്റ്റാൻ ആണെങ്കിൽ അത് പറയാൻ കഴിയില്ല. ഉടനെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് എല്ലാവരും വ്യക്തമായിട്ട് നിൽക്കേണ്ടതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ, പ്രൈസ് മണി അത് വിന്നറിന് കൊടുക്കേണ്ട സമയമാണ്. സോ നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. ആണെങ്കിൽ ഇപ്പൊ ആങ്കറിനോട് പറയും, ആരൊക്കെ ഇല്ലെങ്കിലും എനിക്ക് കിട്ടാനുള്ള പണം അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അതിന് ആങ്കർ പറയും, നിങ്ങൾ എന്തായി പറയണേ? അവാർഡ് സെറമണി അത് വേണം. ഉടനെ ആ മൈക്ക് തട്ടിപ്പിടിച്ച് സെയ്റ്റാൻ ആണെങ്കിൽ വിളിച്ചു പറയും, ഞാനാണ് നിങ്ങളുടെ സെയ്റ്റാൻ. ദയവ് ചെയ്ത് ആരും ഇവിടുന്ന് ഓടിപ്പോവാൻ പാടില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും സംഭവിക്കില്ല. അവാർഡ് സെറമണി അത് നടത്തണം. ഇവിടെ ജനങ്ങളെല്ലാവരും എന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. വാവ്, സെയ്റ്റൻ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് അവരെല്ലാവരും തിരികെ വരാൻ തയ്യാറാവും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ച് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. അവിടെ ദൂരത്തായിട്ട് എന്തോ ഒന്ന് വലുത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നതിലും വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നതെന്ന് പറയും. അത് കേട്ട് ചീച്ചയാണെങ്കിൽ വീണ്ടും ഉച്ചത്തിൽ കരയും, എന്റെ മകൻ ഗോട്ടനെ കാണാനില്ല. ഗൊഹാനും ഗോക്കുവും ഒക്കെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇൻവിസിബിളായി എങ്ങോട്ടേക്കോ പോയി. കട്ട് ചെയ്ത
ട്രങ്ക്സും അതുപോലെ ഗോട്ടനും. അവർ രണ്ടുപേരും ഹായ് ആയിട്ട് ഫ്ലൈ ചെയ്ത് പോകുമ്പോഴായിരിക്കും നമ്മുടെ ഗോട്ടൻ എന്തോ ഒരു പവർ അത് സെൻസ് ചെയ്യുക. അവൻ ട്രങ്ക്സിനോട് പറയും, ട്രങ്ക്സ്, ഇവിടെ എന്തോ വലിയൊരു പവർ ലെവൽ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്കത് എന്താണെന്ന് നോക്കാൻ താഴേക്ക് പോയാലോ? ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും, നീ പറഞ്ഞത് ശരിയാണ്, വലിയൊരു പവറാണ് അവിടുന്ന് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അറ്റ് എ ടൈം 2 സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രമേ പോകാൻ പറ്റൂ. അവനെന്ത് പറയുന്ന നിമിഷം തന്നെ ഒരുപാട് ബേർഡ്സ് അങ്ങനെ ചിറകടിച്ച് നാനാ ഭാഗത്തേക്ക് പറക്കുകയാണ്. അതുകൊണ്ട് അവർ ഷോക്കാവും. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും, എനിക്കും നിന്നെപ്പോലെ വലിയ അറിവൊന്നുമില്ല, പക്ഷേ ബേർഡ്സ് ഒക്കെ ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ ഇതും മാജിക് ബൂ ആയിട്ട് എന്തോ ഒരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ആ മാജിക് ബൂവിന്റെ വലിയ കോളം അതങ്ങനെ പുറത്തേക്ക് വരാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. സുപ്രീം കായും ഹാനും ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി അങ്ങനെ ഭയന്ന് നിൽക്കും. അതേസമയം ബാബിഡി ആണെങ്കിൽ സന്തോഷത്താൽ തുള്ളിച്ചാടും. എന്റെ ഇത്രയും കാലത്തെ പ്രയത്നം അത് സഫലമാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബാബിഡി ആണെങ്കിൽ പുളകം കൊള്ളും. ഇവിടെ സുപ്രീം കായി ആണെങ്കിൽ ഗോഹാനോട് പറയും, ഇനി ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ മാജിക് ബൂ പുറത്തേക്ക് വരാം. അവൻ പുറത്തേക്ക് വന്ന ആദ്യം കൊല്ലുക നമ്മളെ ആയിരിക്കും. അത് കേട്ട് ഗോഹാനാണെങ്കിൽ സുപ്രീം കായോട് പറയും, ഈ സമയത്ത് പേടിച്ചോടണം എന്നാണോ നിങ്ങൾ പറയണേ? അതിന് സുപ്രീം കായ് പറയും, ഇപ്പൊ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, അതല്ല എങ്കിൽ നമ്മളും മരണപ്പെടും. അവൻ വലിയ അപകടകാരിയാണ്. ഗോഹാനാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞാൻ തിരിഞ്ഞോടാൻ തയ്യാറല്ല, എന്ത് സംഭവിച്ചാലും എനിക്ക് ഫേസ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഫുൾ കലിപ്പിൽ ഇപ്പോൾ അവന്റെ പവർ റിലീസ് ചെയ്യും. അവന്റെ പവർ അതങ്ങനെ കൂടി വരുന്നത് കണ്ട് ബാബുഡി ആണെങ്കിൽ ഭയപ്പെടുകയാണ്. അടുത്ത നിമിഷം ഗോഹാനാണെങ്കിൽ വലിയൊരു പവർ ആ ഗോളത്തിന് നേരെ ആഞ്ഞടിക്കും. അത് കണ്ട് എല്ലാവരും ഞെട്ടും. കുറിയും കായ്ക്കാണെങ്കിൽ ഗോഹാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഗോഹാൻ, നീ എന്താണ് ഈ ചെയ്യണേന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ വീണ്ടും അതേ പവർ ക്രിയേറ്റ് ചെയ്ത് ആ ഗോളത്തിൽ ആഞ്ഞടിപ്പിക്കുകയാണ്. പവർ ഒന്ന് അടിച്ച് ഇപ്പൊ ആ ഗോളമാണെങ്കിൽ ആകെ ഇളകി മറിയാനായിട്ട് തുടങ്ങും. ഉടനെ ഡാബ്രയാണെങ്കിൽ ബാബുഡിയോട് പറയും, മാസ്റ്റർ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ബാബുഡിയാണെങ്കിൽ ഗോഹാനെ പരിഹസിക്കുകയാണ്, നീ നിന്റെ മുഴുവൻ പവർ എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, ആ ഗോളൻ തകരില്ല, അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാം. ഗോഹാനാണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ആഞ്ഞടിക്കും. ആ ഗോളമാണെങ്കിൽ മുകളിലേക്ക് ഉയർന്ന് അങ്ങനെ താഴേക്ക് അടിച്ച് വീഴുകയാണ്. അത് കാണുമ്പോൾ ബാബുഡിക്ക് അല്പം പേടി തോന്നും. പക്ഷെ ഗോളത്തിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് കാണുമ്പോൾ ഗോഹാന് ടെൻഷനും വിഷമവും അതങ്ങനെ ഇരട്ടിയായി മാറും. അടുത്ത നിമിഷം ആ ഒരു വലിയ കോളം അതങ്ങനെ പൊട്ടി തകരുകയാണ്. അതുകണ്ട് ബാബുഡിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഞാൻ കാത്തിരുന്നതിന് ഇപ്പൊ ഫലമുണ്ടായി, അദ്ദേഹം പുറത്തേക്ക് വരാൻ പോവുകയാണെന്ന് പറയും. ഗോഹാനും സുപ്രീം കായും ആണെങ്കിൽ ഭയത്തോടു കൂടെ അതിലേക്ക് തന്നെ നോക്കും. പക്ഷെ അതിനുള്ളിൽ നിന്ന് ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല. ബാബുഡിക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. ഇല്ല, ഇതിന്റെ അകത്ത് ഒന്നുമില്ല, ഇത്രയും കാലവും ഒന്നുമില്ലാത്ത ഈ കോളത്തിനാണോ ഞാൻ കാവലിരുന്നത്? സത്യം പറയ്, ആ ഒരു മാജിക് ബൂ അതെവിടെ പോയി? എന്താ സംഭവിക്കണേ? എന്റെ കാത്തിരിപ്പ് വെറുതെ ആയോ? മാജിക് ബൂ, നീ എവിടെയാണ്? പുറത്തേക്ക് വാന്നോ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടനെ അതിനുള്ളിൽ നിന്ന് എന്തോ ഒന്ന് പതിയെ പുറത്തേക്ക് പോകും. ആണെങ്കിൽ കോൺഫിഡൻസ് കൂടി വരും. എന്തു പറ്റി? നിന്റെ അഹങ്കാരം ഇപ്പൊ കാണാനില്ലല്ലോ. നീ ഇത്രയും കാലം ആഗ്രഹിച്ചത് ആ മാജിക് ബൂയെ പുറത്തേക്ക് കൊണ്ടുവരാനല്ലേ? അവൻ ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു. എന്റെ ഫ്രണ്ട് ഗോഹാന്റെ പവർ കൊണ്ട് എന്റെ അച്ഛന്റെ ഗ്രേറ്റസ്റ്റ് സൃഷ്ടിയായിട്ടുള്ള ആ മാജിക് ബൂ അത് തകർന്നു പോയിരിക്കുകയാണ്. അത് കേട്ട് ഇപ്പൊ ബാബുഡി അവ കരയാനായിട്ട് തുടങ്ങും. ഡാബ്രയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല, അങ്ങേക്ക് പവർഫുള്ളായ ശിഷ്യനായ ഞാനില്ലേ, ഒരു ആപത്തും അങ്ങേക്ക് വന്ന് ഭവിക്കില്ല. അതിന് ബാബുഡി പറയും, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു ഈ ഒരു ബൂ, അതാണ് ഇവർ തകർത്ത് കളഞ്ഞത്, ഒരു കാരണവശാലും ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് പറയും. സുപ്രീം കായ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന്റെ കണ്ണീര് കാണുമ്പോൾ അവൻ ആനന്ദം കൂടും. ബാബുഡി ആണെങ്കിൽ ഡാബ്രയോട് നമ്മുടെ ആൾക്കാരെ തകർക്കാനായിട്ട് പറയും. അത് കേട്ട് സുപ്രീം കായാണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, നീ ആ ഡാബ്രയുടെ കാര്യം നോക്ക്, ഈ ഒരു ബാബുഡിയെ ഞാൻ തകർക്കാം. ഗോഹാനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഇല്ല, വലിയൊരു സുപ്രീം പവർ അതെനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എന്തോ വലുത് ഇവിടേക്ക് വരാൻ പോവാണ്. സുപ്രീം കായ് മുകളിലേക്ക് നോക്കൂ, ആ ഒരു മേഘം അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് സുപ്രീം കായും ബാബുഡിയും ഡാബ്രയും എല്ലാം മുകളിലേക്ക് നോക്കും. അടുത്ത നിമിഷം ആ ക്ലൗഡിൽ നിന്ന് മനുഷ്യരൂപം അങ്ങനെ താഴേക്ക് വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.